മേലഞ്ചാറ് അപ്പുപ്പൻ താടികൾ നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ. മേഘ, നീ എന്താ സ്കൂൾ യൂണിഫോം ഇടാഞ്ഞ്? ദേവിക അറിഞ്ഞില്ലേ, ഇന്ന് നമ്മുടെ സ്കൂളിലൊരു വമ്പൻ പരിപാടി നടക്കാൻ പോവാ. അതെന്താ സംഭവം? ഇന്ന് ചെയർമാൻസ് ട്രോഫിയാ. ചെയർമാൻസ് ട്രോഫിയോ? ദേവിക, ഈ ചെയർമാൻസ് ട്രോഫി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളിലെ ചെയർമാൻ്റെ ബർത്ത്ഡേയോടനുബന്ധിച്ച് നടക്കുന്ന ഒരു ഫുട്ബോൾ ടൂർണമെന്റാ. കുറേ സ്കൂളിലൊക്കെ വന്നിട്ട് ഇവിടെ ഫുട്ബോളിന് മത്സരിക്കും. ഞങ്ങൾ ഈ സംസാരിച്ചതും ഞങ്ങളെയും നിങ്ങൾക്ക് മനസ്സിലായോ? ഞങ്ങൾ ഗുഡ് ഷെപ്പേർഡ് പബ്ലിക് സ്കൂളിലെ കുട്ടികളാണ്. ഇനി ഈ ഗോൾഡൻ അവേഴ്സ് 1 മണിക്കൂറത്തേക്ക് ഞങ്ങൾ അങ്ങ് കൈയെടുക്കാൻ പോവാണ്. ഞാൻ RJ മേഘ. ഞാൻ RJ ദേവിക. മേഘ, ഇന്ന് November 14th ആണ്. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത അറിയാമോ? ഓ, എന്നതാണ്? ഓർമ്മയില്ലേ? എന്നാൽ നല്ല ഓർമ്മയുള്ള ഒരാൾ ഇവിടെ ഉണ്ട്. ഗുഡ് ഷെപ്പേർഡ് പബ്ലിക് സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനി സർഗ. ഇന്ന് November 14 ഇന്ന് ശിശുദിനമായിട്ടാണ് ആഘോഷിക്കുന്നത്. ചാച്ചാജിയുടെ ബർത്ത്ഡേയും കൂടെയാണ്. അമ്പോ, ഇതൊന്നും അല്ല സർഗക്കുട്ടിയുടെ കഴിവുകൾ. 1ാം കേരള നിയമസഭയിലെയും 15ാം കേരള നിയമസഭയിലെയും മന്ത്രിമാരും അവരുടെ വകുപ്പുകളും മോളിപ്പോൾ ഓർത്ത് പറയും. അപ്പൊ നമുക്ക് മോളോട് തന്നെ ചോദിച്ചറിയാം. നമസ്കാരം, ഞാൻ സർഗ. 1ാം കേരള നിയമസഭയിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും ഞാനിപ്പോൾ പറയാം. EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രി, C അച്യുത മേനോൻ ധനകാര്യം, KP ഗോപാലൻ വ്യവസായം, KR ഗൗരിയമ്മ റവന്യൂ എക്സൈസ്, ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസം സഹകരണം, TV തോമസ് തൊഴിൽ ഗതാഗതം, PK ചാത്തൻ മാസ്റ്റർ തദ്ദേശ സ്വയം ഭരണം പിന്നോക്കക്ഷേമം, TA മജീദ് പൊതുമരാമത്ത്, KC ജോർജ് ഭക്ഷ്യ വനം വകുപ്പ്, PR കൃഷ്ണയ്യർ ആഭ്യന്തരം ജലസേനം ജയിൽ നിയമം വൈദ്യുതി, AR മേനോൻ ആരോഗ്യം. ഇനി 15ാം കേരള നിയമസഭയിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും പറയാം. പിണറായി വിജയൻ മുഖ്യമന്ത്രി, K രാജൻ റവന്യൂ, റോഷി അഗസ്റ്റിൻ ജലവിഭവം, K കൃഷ്ണൻകുട്ടി വൈദ്യുതി, AK ശശീന്ദ്രൻ വനം, രാമചന്ദ്രൻ കടന്നപ്പള്ളി രജിസ്ട്രേഷൻ, KB ഗണേഷ് കുമാർ ഗതാഗതം, OR കേളും പിന്നോക്കക്ഷേമം, അബ്ദുൾ റഹിമാൻ കായികം, GR അനിൽ ഭക്ഷ്യവകുപ്പ്, KN ബാലഗോപാലൻ ധനകാര്യം, R ബിന്ദു ഉന്നത വിദ്യാഭ്യാസം, J ചിഞ്ചുറാണി മൃഗസംരക്ഷണം, MB രാജേഷ് തദ്ദേശ സ്വയം ഭരണം, മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത്, P പ്രസാദ് കൃഷി, P രാജീവ് വ്യവസായം, സജി ചെറിയാൻ ഫിഷറീസ്, VN വാസവൻ സഹകരണം, V ശിവൻകുട്ടി വിദ്യാഭ്യാസം, വീണ ജോർജ് ആരോഗ്യം. എന്റെ പൊന്നെ, അടിപൊളിയായിരുന്നു. സർഗക്കുട്ടി അടിപൊളിയായിരുന്നു, തകർത്തു. നമ്മളെ കൊണ്ടൊക്കെ ചിലപ്പം ചില മന്ത്രിമാരുടെ പേര് പറയാൻ പറ്റുമായിരിക്കും, പക്ഷെ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. സർഗക്കുട്ടിയുടെ കഴിവുകൾ നിങ്ങൾ കേട്ടല്ലോ. ഇനിയുണ്ട് ഇതുപോലെ ഒരുപാട് കഴിവുള്ള കുട്ടികൾ. അവരൊക്കെ ആയിട്ട് ഈ 1 മണിക്കൂർ നമ്മൾ തകർക്കാൻ പോവാണ്. ഗുഡ് ഷെപ്പേർഡ് സ്കൂളിൽ നിന്നും ഗോൾഡൻ അവേഴ്സിൽ ഇപ്പോൾ നിങ്ങളുടെ കൂടെയുള്ളത് RJ മേഘ, RJ ദേവിക, RJ സർഗ ബിജോയ്. വെൽക്കം ബാക്ക് ടു ഗോൾഡൻ അവേഴ്സ്. ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഗുഡ് ഷെപ്പേർഡ് പബ്ലിക് സ്കൂളിൽ നിന്ന് RJ സാറ ആൻഡ് RJ നേന. നേനെ, നിനക്ക് ഈ വീക്കെൻഡ് എന്താ പരിപാടി? വീട്ടുകാർ മൊത്തത്തിൽ പഠിക്ക് ഇത് മാത്രമേ പറയുന്നുള്ളൂ. കാരണം ഇനിയിപ്പോൾ വീക്കെൻഡിലും പഠിക്കണം. അതിന് പരീക്ഷ 2 മാസം കഴിഞ്ഞല്ലേ ഉള്ളൂ. എൻ്റെ പൊന്ന് സാറേ, നിനക്കറിയാൻ മേലാഞ്ഞിട്ടാ. 11th പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോഴേ 12th പ്രഷറാ. ഞാൻ ഈ ആഴ്ച കുറച്ച് ഫ്രീ ടൈം എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. +1 ഇതൊക്കെ പറ്റുള്ളൂ. കുറച്ച് വായിക്കുക, പാട്ടൊക്കെ കേൾക്കുക. ഫ്രീ ടൈം എടുക്കണമെന്ന് വിചാരിച്ചാ, പക്ഷേ ഇനിയിപ്പോൾ ജിമ്മി ചേട്ടനെ പോലെ വല്ല ജയിലിലും കിടക്കുമ്പോഴായിരിക്കും ഫ്രീ ടൈം കിട്ടുക. ജയിലിലെ ഏത് ജിമ്മിച്ചേട്ടൻ? നിനക്കറിയില്ല? പ്രശസ്തനായ പോയറ്റ് ജിമ്മി സാന്റിയാഗോ ബാക്ക. ഇല്ല, എന്നോടാരും പറഞ്ഞില്ല. എന്നാ അറിയാവുന്ന ഒരാളിവിടെ ഉണ്ട്. ഹായ്, നമസ്കാരം. എൻ്റെ പേര് മിഷേൽ ട്രീസ ബ്രൂസ്. മിഷേൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു സാധാരണ കുട്ടിയല്ല. മിഷേലിന് ഇതാ ഈ പറഞ്ഞ ജിമ്മിച്ചേട്ടനെ നല്ല പരിചയമാ. എങ്ങനെയാ മിഷേൽ നിനക്ക് പരിചയം? Who understands me but me by Jimmy Santiago Baca. He was an American poet and a writer. Baca's work often reflects his personal experiences, including his time in prison where he began writing poetry.
This poem is about a man who was depressed and mistreated throughout his life. He was sad of his actions, so he combined pain and made it into peace and happiness. This poem explores themes of isolation, resilience, and self-awareness. ഇപ്പം മനസ്സിലായില്ലേ ജിമ്മി സാന്റിയാഗോ ബാക്ക ആരാണെന്ന്? മിഷേൽ ഇപ്പം നമുക്ക് വേണ്ടി അയാളുടെ ഒരു വലിയൊരു കവിത പാടും. പക്ഷെ അത് ഒത്തിരി വലുതായതുകൊണ്ട് അതിൻ്റെ ഒരു കുറച്ച് പോർഷൻ മാത്രം മിഷേൽ പാടും. They turned the water off, so all live without water. They build the walls higher, so all live without treetops. They paint the windows black, so all live without sunshine. They lock my cage, so I'll live without going anywhere. They take each last tear I have, I'll live without tears. They take my heart and rip it open, I'll live without heart. They take my life and crush it, so I'll live without a future. They say I'm basely and faintish. They stop up each hope, so I have lived without hope. ഉഫ്, ആ പവർ പറഞ്ഞ വാക്കൊക്കെ എൻ്റെ നെഞ്ചത്തു നിന്ന് അടിച്ചടിച്ചാ പോയത്. കൊച്ചു പഠിക്കുന്നതേ ഗുഡ് ഷെപ്പേർഡ് സ്കൂളിലാണ്. അതെ, ഗുഡ് ഷെപ്പേർഡിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇത്രയും ഭംഗിയായിട്ട് നമ്മളോട് പറഞ്ഞത്. എങ്ങനെയാണ് മിഷേൽ ഇത്രയും പോർഷൻ ഇത്രയും ഭംഗിയായിട്ട് പഠിച്ചത്? എൻ്റെ അമ്മയാണ് ഇതെന്നെ പഠിപ്പിച്ചത്. എനിക്ക് സഹോദരിക്ക് ഇതിൽ 3rd കിട്ടിയിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് എനിക്ക് ഫസ്റ്റ് ആയിരുന്നു. ഓക്കേ, സോ മിഷേലാണ് ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇത് മാത്രമല്ല, ഇനി ഒരുപാട് വരാനുണ്ട്. ഗുഡ് ഷെപ്പേർഡ് സ്കൂളിലെ താരങ്ങൾ ഇനിയും വരാൻ കിടക്കുന്നു. ഗോൾഡൻ അവേഴ്സിൽ ഇനിയൊരു ചെറിയ ബ്രേക്ക്. ദിസ് ഈസ് RJ Naina Jitto, RJ Michelle Teresa Bruce and RJ Sarah. Welcome back. You are listening to Golden Hours and with you Good Shepherd Public Schoolil നിന്ന് RJ Sarah, RJ മേഘ. മേഘ, ഞാൻ ആലോചിക്കായിരുന്നേ, പാട്ട് ഒന്നാണെങ്കിലും പലതരം പാട്ടുണ്ട്. സ്ലോ ആവാം, ഫാസ്റ്റ് ആവാം, ക്ലാസിക് ആവാം, വെസ്റ്റേൺ ആവാം. പക്ഷെ കുറച്ച് വെറൈറ്റി പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടമുള്ളവരും ഉണ്ട്. ആഹാ, എവിടെ കിട്ടും ഒരു വെറൈറ്റി പാട്ട്? ഇത് വേഗം പോകണ്ട, ഇവിടെ തന്നെ ഉണ്ട്. എൻ്റെ ക്ലാസ്സിൽ ഷെയ്ൻ, അവൻ നല്ലൊരു വെറൈറ്റി പാട്ട് പാടും. നമസ്കാരം, ഞാൻ ഷെയ്ൻ. ഞാൻ ഗുഡ് ഷെപ്പേർഡ് പബ്ലിക് സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഷെയ്ൻ, നീ വെറൈറ്റി പാട്ടൊക്കെ പാടുന്നതാണല്ലോ ഞാൻ കേട്ടത്. എന്താ? ഞാനൊരു മാപ്പിളപ്പാട്ടാണ് പാടാൻ പോകുന്നത്. അസ്സലാമു അലൈക്കും. വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെക്കുറിച്ച് ജനാബ് ഹംസ നരൂക്കാവ് രചിച്ച ഈശൽ ഊശാക്കളിടമുറുക്കം. ശുചരൈത്തറവാട്ടിലെ ചിന്തമികന്തൊരു ചൊങ്കലരംകൃത തങ്കം. ശുചരൈത്തറവാട്ടിലെ ചിന്തമികന്തൊരു ചൊങ്കലരംകൃത തങ്കം. ശുഹരാത്തര രംഗമലങ്കൃത പതിമലബാർ സുഹൃതമേ പൊങ്കും. ശുഹരാത്തര രംഗമലങ്കൃത പതിമലബാർ സുഹൃതമേ പൊങ്കും. ശുചാത്ത് മരപ്പുരി മലബാറിൻ്റെ ശുചായി വാരികൻ കുന്നനവറുകളെ ചേതി. കെങ്കേകേ മതിദം മരിതം മതി കൂർവൈ പന്നമെലെങ്കൃതലെങ്കും. ലെങ്കുമതിമ്പരെ വമ്പത് മുമ്പിൽ ബന്തടർ പിന്തിട പിന്തുടർ പണ്ട് വെള്ളാപ്പടയുടെ കെടുകെട് ബാധം. പടക്കെട് കൊടുമുടി പടപ്പെട താണ്ടി പടക്കെട് കൊടുമുടി പടപ്പെട താണ്ടി പതരാതിട സോദരതിലുള്ളത് ധീരത നേടിയ ആയുസിനന്ദസ്. കൈസവിശേഷമിതാ ശുചരൈത്തറവാട്ടിലെ ചിന്തമികന്തൊരു ചൊങ്കലരംകൃത തങ്കം. ശുചരൈത്തറവാട്ടിലെ ചിന്തമികന്തൊരു ചൊങ്കലരംകൃത തങ്കം. വാ, നിന്റെ വെറൈറ്റി കൊള്ളായിരുന്നു ഷെയ്നെ. മാപ്പിളപ്പാട്ട് കുറെ കേട്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ കൂടെയുള്ള ആർക്കും ഇത്രയും കഴിവുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഹാറ്റ്സ് ഓഫ്. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവൻ എൻ്റെ ക്ലാസ്സിലാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ ക്ലാസ്സുകാരെല്ലാം അടിപൊളിയാണ്. ഗുഡ് ഷെപ്പേർഡ് സ്കൂൾ മൊത്തം പൊളിയാണ്. എന്നാൽ പിന്നെ ഗോൾഡൻ അവേഴ്സിൽ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് വരാം. ഗോൾഡൻ അവേഴ്സിൽ കൂടെയുണ്ട് RJ ഷെയ്ൻ കെ പ്രിൻസ്, RJ മേഘ ആൻഡ് RJ Sarah. അതെ, ഈ മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം അതെപ്പോഴായിരിക്കും? അങ്ങനെ ചോദിച്ചാൽ ഒരു 90s 80s സിനിമകളൊക്കെ നൈസായിരുന്നു. അത് ശരിയാ. കഥകൾ കൊണ്ടും പാട്ടുകൾ കൊണ്ടും എല്ലാവരുടെയും മനസ്സിലിരിക്കുന്ന ഒരു സമയമായിരുന്നു 90s. ആ സമയത്ത് അനിയത്തിപ്രാവ് പോലുള്ള സിനിമകളൊക്കെ ഇറങ്ങിയിട്ട്
ചാക്കോച്ചൻ്റെ ഒക്കെ ഫാൻ ബേസ് ഇളകിയതേ. ഇന്നും അതിന് വലിയ കുറവൊന്നുമില്ല. എങ്കിലും ആ സമയത്തെ പാട്ടെന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴും നൊസ്റ്റാൾജിക്കാ. എന്നാൽ നൊസ്റ്റാൾജിക് ഒന്നുകൂടെ ഉണർത്താം. ദേ നമ്മോടൊപ്പം ഒരു സിംഗർ. ഗോൾഡൻ അവേഴ്സിൽ ഗുഡ്ഷെപ്പേർഡിൽ നിന്ന് കൂടെയുണ്ട് RJ നയന ജിറ്റോ, RJ ഷെയ്ൻ കെ പ്രിൻസ്. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് എമി മറിയം. എമി, ഏത് പാട്ടാണ് എമി പാടാൻ പോകുന്നത്? ഞാൻ നിറത്തിലെ മിഴിയറിയാതെ എന്ന് പറഞ്ഞ സോങ്ങാ പാടാൻ പോകുന്നു. കൺചിമ്മിയോ നിൻജാലകം ഏതോ നിഴൽ തുമ്പികൾ തുള്ളിയോ കാതോർക്കയായി ഇൻഡാവുകൾ കാറ്റായി വരും നിന്റെ കാൽ താളവും തങ്കത്തിങ്കൾ തേരേറി വർണ്ണപ്പൂവിൻ തേൻ തേടി പീലിക്കൊമ്പിൽ കൈമാറും മോഹങ്ങളെ ഇന്നും നിന്നെ കൺകോണിൽ മിന്നും പൊന്നായി കാത്തോളം ഒന്നും മിണ്ടാതെന്തേ നീ നിൽപ്പൂ മുന്നിൽ മിഴിയറിയാതെ വന്നു നീ മിഴിയൂഞ്ഞാലിൽ കനവറിയാതേതോ കിനാവു പോലെ മനമറിയാതെ പാടി മനസ്സരസോരം പ്രണയനിലാക്കിളി നീ ശഹാന പാടി. ഓഹ്, വല്ലാത്തൊരു നൊസ്റ്റാൾജിക് ഫീലായിരുന്നു ആ പാട്ടിന്. അതെ, എനിക്കൊന്നും പറയാനില്ല. ഗോൾഡൻ അവേഴ്സിൽ നിന്നും ഗുഡ് ഷെപ്പേർഡ് സ്കൂളിലെ RJ ഷെയ്ൻ കെ പ്രിൻസ്, RJ എമി, RJ നയന ജിറ്റോ. വെൽക്കം ബാക്ക്. ഗോൾഡൻ അവേഴ്സിൽ കൂടെയുള്ളത് ഞാൻ RJ സർഗ. ഞാൻ RJ നയന ജിറ്റോ. ഞാൻ RJ സാറ. ചേച്ചിമാരെ, ഞാൻ സ്വന്തമായിട്ട് എഴുതിയൊരു കവിത പഠിക്കാപ്പിച്ച എന്തുണ്ടാകും? ഹോ, നീ 2ാം ക്ലാസ്സിലല്ലേ ആയുള്ളൂ, കവിതയൊക്കെ എഴുതുവോ? എത്ര കവിത എഴുതിയിട്ടുണ്ട്? 6 കവിത, പിന്നെ ഒരു കഥയും എഴുതിയിട്ടുണ്ട്. എനിക്കും മേല. പുസ്തകം വല്ലതും ഉണ്ടോ? ഉണ്ട്. ആഹാ. പുസ്തകത്തിന്റെ പേര് എൻ്റെ കുഞ്ഞി കവിതകൾ. അതിനകത്ത് 5 കവിതകളുണ്ട്. പിന്നെ പുസ്തകമാക്കിയതിന് 5 കഥകളുണ്ട്. പിന്നെ ഒരു കഥ ഞാൻ ഇപ്പോൾ എഴുതിയിട്ടുണ്ട്. എന്നാ പിന്നെ ഒരു കുഞ്ഞു കവിത ആയിക്കോട്ടെ. കഥയുടെ പേര് ചെമ്പരത്തി. കാണാൻ അഴകുള്ള ചെമ്പരത്തി പയ്യെ പയ്യെ വിടരുന്നു, വിടരും തോറും ചന്തം കൂടും കാണാൻ അഴകുള്ള ചെമ്പരത്തി. ഇളങ്കാറ്റ് വീശുമ്പോൾ തുള്ളി തുള്ളി കളിക്കുന്നു, പൂമ്പാറ്റം വന്ന് തേൻ നുകരുമ്പോൾ നാണിച്ചു നീ തല താഴ്ത്തുന്നു, നാണിച്ചു നീ തല താഴ്ത്തുന്നു. ഈ പ്രായത്തിൽ ഒരു പൂമ്പാറ്റയെ പിടിക്കാൻ നടന്ന പാട് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതെ അതെ, ഞാനൊക്കെ ഈ സമയത്ത് എഴുതാൻ പഠിക്കുന്നേ ഉള്ളൂ. ആ സമയത്ത് അവൾ കവിത എഴുതി വായിക്കുക വരെ ചെയ്തു, പുസ്തകം വരെ ഇറക്കി. കണ്ടോ, നമ്മുടെ സ്കൂൾ എല്ലാത്തിൻ്റെ ഒരു നിറകുടമാണ്. സ്പോർട്സിന് സ്പോർട്സ്, ആർട്സിന് ആർട്സ്, പിന്നെ പഠിത്തം. നമ്മുടെ അടിപൊളി ടീച്ചേഴ്സും കുറേ അടിപൊളി സ്മാർട്ട് ബോർഡും ചേർന്ന് കഴിയുമ്പോൾ വാ, ഗുഡ് ഷെപ്പേർഡ് ഒരു ടെമ്പിൾ ഓഫ് ലേണിംഗ് ആണ്. സത്യമാണ്. ഇപ്പോൾ ഇവിടെ ഇരുന്ന മിഷേല്, ഷെയ്ന്, സർഗ, സേറ, നേന, മേഘ, ദേവിക എല്ലാവരും എന്താ പറയുക, ടാലൻറ്റ് കൊണ്ടങ്ങ് നിറഞ്ഞ് ഒഴുകുന്ന കുട്ടികളാണ്. അതെ അതെ, ഇതൊക്കെ ഗുഡ് ഷെപ്പേർഡിൻ്റെ വെറും സാമ്പിൾസ്. പക്ഷേ ഇന്നത്തേക്ക് നമുക്ക് ഇത്രേ പറ്റൂ. ഗോൾഡൻ അവേഴ്സിൽ ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഗുഡ് ഷെപ്പേർഡ് പബ്ലിക് സ്കൂളിലെ ഞങ്ങളായിരുന്നു. ഈ 1 മണിക്കൂർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഗോൾഡൻ അവേഴ്സിൽ നിന്ന് ടാറ്റ ബൈ ബൈ പറയേണ്ട സമയമായിരിക്കുകയാണ്. എല്ലാവർക്കും ശിശുദിന ആശംസകൾ. ഞാൻ RJ സർഗ ബിജോയി. ഞാൻ RJ സാറ. ആൻഡ് ഞാൻ RJ നയന ജിറ്റോ, സൈനിങ് ഓഫ്.